നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. ഞാനൊരു ടാറ്റ പഞ്ച് ഇ-വി എടുത്ത സാഹചര്യത്തില് ഏതാനും മാസം മുമ്പ് ടാറ്റ പഞ്ചിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇപ്പോൾ ഒരു വർഷത്തോളം ആകുന്നു. 15,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. ഇപ്പോൾ ടാറ്റ പഞ്ച് ഇ-വിയെ പറ്റി എന്താണ് എൻ്റെ അഭിപ്രായം? ഒരു വീഡിയോ ഇടാമോ എന്ന് എൻ്റെ സുഹൃത്തുക്കൾ പലരും ചോദിച്ചു. ആ സാഹചര്യത്തിലാണ് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന, വളരെ എക്കണോമിക് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന, 10 പൈസ മുടക്കില്ലാതെ ധാരാളം ഓടിക്കാൻ കഴിയുന്ന ഈ വാഹനം ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിലും ഒരു 5000 കിലോമീറ്റർ ഈ വണ്ടി ഓടിക്കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു വലിയ ദുരനുഭവം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഞാൻ സാധാരണഗതിയിൽ എല്ലാ ദിവസവും 100% ചാർജ് ചെയ്താണ് പുറപ്പെടുക. അതായത് ചാർജ് 50-60% ഒക്കെ ആയാലും 100% ചാർജ് ചെയ്ത് യാത്ര പുറപ്പെടും. അങ്ങനെ എൻ്റെ വീടായ അങ്കമാലി തുറവൂരിൽ നിന്നും അങ്കമാലിയിലെത്തി അങ്ങ് ടെൽക്ക് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് 100% ചാർജ് എന്നത് ഒരു 5-6 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞപ്പോൾ ദാ 27, 17 അങ്ങനെ കുറയുന്നു. ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി. കറുകുറ്റിയിലെ ഇ-വിയുടെ ചാർജിങ് സ്റ്റേഷനിലേക്ക് പോകാൻ കഴിയില്ല എന്ന് തോന്നിയതുകൊണ്ട് അങ്ങ് അമ്പാട്ടുകാവിലെ ഇ-വിയുടെ ഷോറൂമിലേക്ക് വിളിച്ചു. അവർ വൈകാതെ ഈ വണ്ടി കെട്ടിവലിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങളുമായിട്ട് വന്നു. വണ്ടി അവരുടെ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി. ഒരു 10 ദിവസം അമ്പാട്ടുകാവ് ഷോറൂമിൽ അവർ ഈ പഞ്ച് ഇ-വി ടെസ്റ്റ് ചെയ്തു. എനിക്ക് മറ്റൊരു കാർ ഉള്ളത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. പക്ഷെ ഈ 10 ദിവസം അങ്ങനെ കിടക്കേണ്ടി വന്നത് അവരതിൻ്റെ സിസ്റ്റമൊക്കെ അപ്ഡേറ്റ് ചെയ്ത് എല്ലാം ചെയ്തു തന്നപ്പോൾ അതിന് കാരണമായിട്ട് അവർ പറഞ്ഞത്, ഞാൻ ഈ വണ്ടി മിക്കവാറും ദിവസങ്ങളിൽ 100% ചാർജ് ചെയ്തിരുന്നു. അത് 10% വരെ ചാർജ് താണു കഴിഞ്ഞിട്ട് 100%ത്തിലേക്ക് ചാർജ് ചെയ്ത് കൂട്ടേണ്ടതിന് പകരം 50, 60, 70 ഒക്കെ ശതമാനം ചാർജ് താഴുമ്പോൾ അങ്ങനെ 100ലേക്ക് കൊണ്ടുവന്ന് ദിവസവും ചാർജ് ചെയ്തുകൊണ്ട് അതിൻ്റെ ആ സിസ്റ്റത്തിൽ വന്ന ഒരു തകരാറാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എന്നോട് ഇങ്ങനെ ഒരു നിർദ്ദേശം ഷോറൂമുകാർ വണ്ടി എടുക്കുമ്പോൾ പറഞ്ഞിരുന്നില്ല. അതാണ് അവരുടെ തെറ്റ്. അതായത് മിക്കവാറും നമ്മളൊരു 10%ത്തിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ പോലും ഇടയ്ക്കിടെ 10% വരെ ചാർജ് താണിട്ട് മാത്രമേ റീചാർജ് ചെയ്തത് 100 അല്ലെങ്കിൽ ഇത് ഒരു സോഫ്റ്റ്വെയർ സംവിധാനമല്ലേ അതിന് വന്ന അപകടം. പക്ഷെ ഇതൊക്കെ പറഞ്ഞു തരാൻ വേണ്ടത്ര ഇത് ഈ വണ്ടികളൊക്കെ ഒരു പുതിയ സംവിധാനം ആയതുകൊണ്ട് ആയിരിക്കും ഇപ്പോൾ എല്ലാ ഷോറൂമുകളിലും വണ്ടി കൊടുക്കുമ്പോൾ തന്നെ ഇത് കസ്റ്റമേഴ്സിനെ കൊണ്ട് എഴുതി ഒപ്പിടിച്ച് വാങ്ങുന്നുണ്ടെന്നാ പറയുന്നത്. നിങ്ങൾ 10% വരെ ഇടയ്ക്കിടയ്ക്ക് ചാർജ് താണിട്ടേ റീചാർജ് ചെയ്യാവൂ എന്ന്. ഏതായാലും എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി 10 ദിവസം വണ്ടി ഗോഡൌണിൽ കിടന്നു എന്ന് വെച്ച് ഞാൻ ഈ വണ്ടി ഉപേക്ഷിക്കാനും പോകുന്നില്ല, വിൽക്കാനും പോകുന്നില്ല. ഞാൻ വളരെയേറെ സ്നേഹത്തോടെ ഈ വണ്ടി ഉപയോഗിക്കുന്നു. കാരണം വളരെ സൗകര്യപ്രദമാണ് ഈ വണ്ടി ഉപയോഗിക്കാൻ. ഇത് ഒരു ചെറിയ വാഹനമാണ് എന്നതുകൊണ്ട് ഏതിൽ വേണമെങ്കിലും യാത്ര ചെയ്യാലോ. ഞാൻ എൻ്റെ ഇന്നോവ കാർ കൊടുത്തു കളഞ്ഞു. കാരണം ഇന്നോവയിലൊക്കെ ആന വണ്ടി പോലെ പോയിട്ട് എന്താ കാര്യം? നമുക്ക് സൗകര്യപ്രദമായിട്ട് യാത്ര ചെയ്യണം. അതിന് ഏറ്റവും ഫലപ്രദം വീട്ടിൽ സോളാർ ഉള്ളതുകൊണ്ട് 10 പൈസ മുടക്കില്ലാതെ യാത്ര ചെയ്യാം. എത്ര സുഖമാണ്. അതുകൊണ്ട് ഇതിന് ഒരബദ്ധം പറ്റി എന്ന് വെച്ച് ഇനി ഇ-വി പഞ്ച് ഉപേക്ഷിക്കാനും പോകുന്നില്ല. പറ്റാം, നാളെയും എന്തും സംഭവിക്കാം. നമ്മൾ വാഹനം ഉപയോഗിക്കുന്നതിന് റിസ്ക് എടുത്തല്ലേ. എപ്പോൾ വേണമെങ്കിലും വണ്ടി മുട്ടാം. നമ്മൾ എത്ര ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചാലും വേറൊരു വണ്ടി വന്ന് ഇങ്ങോട്ട് കയറാം. എപ്പോൾ വേണമെങ്കിലും ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് പെട്രോൾ വണ്ടിയായാലും ഡീസൽ വണ്ടിയായാലും കത്തിപ്പോകാം. റിസ്ക് എടുക്കാതെ ജീവിതമില്ല. അപ്പോൾ ടാറ്റ പഞ്ചിന്റെ ഇ-വി മനോഹരമായിരിക്കുന്നു. അതിന്റെ ഉപയോഗം ഒരു വർഷം ഞാനൊരു 15,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എങ്കിൽ പോലും സാധാരണ വേറൊരു വാഹനമാണെങ്കിൽ 1.5 ലക്ഷം രൂപയുടെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഉറപ്പായിട്ടും അതിന് വേണ്ടി വരുമായിരുന്നു. എന്തായാലും ടാറ്റ പഞ്ച് നല്ല വാഹനമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ സർവീസ് ഒക്കെ അത് വേണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞ് കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിക്കേണ്ടത് അത് ഷോറൂമുകാരുടെ ചുമതലയാണെന്ന് വീണ്ടും വീണ്ടും ഓർപ്പിച്ചുകൊണ്ട് നന്ദി.